പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ എലിമിനേഷൻ ചേംബർ 2024 മാച്ച് കാർഡ് പ്രൊഡിക്ഷനും ഇവൻറ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റ് ഇന്ത്യയിൽ ലൈവായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയം ശനിയാഴ്ച ഫെബ്രുവരി 24 ഉച്ചയ്ക്ക് 3 മണി മുതലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഗൂഗിളിലാണ് ഈ ഒരു ടൈം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3 മണി മുതൽ നമുക്ക് ഓസ്ട്രേലിയയിൽ വെച്ച് നടക്കുന്ന എലിമിനേഷൻ ചേംബർ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് ടി-വിയിൽ സോണി ചാനലുകൾ വഴി, മൊബൈലിൽ ജിയോ TV എന്ന ആപ്പ് വഴി, സോണി ചാനലുകൾ വഴിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റ് എന്നുള്ള ഒരു നിലയിൽ വാച്ച് റെസ്ലിംഗ് എന്ന് പറയുന്ന സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഗൂഗിൾ വഴി നിങ്ങൾക്ക് ഈ ഒരു ഷോ ലൈവായി കാണാൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാത്തത് കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ മൂലമാണ്. അപ്പോൾ ജിയോ ടി വിയും ഒന്നും ഉപയോഗിച്ച് കാണാത്തവർക്ക് വാച്ച് റെസ്ലിംഗ് എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഇപ്പോൾ തന്നെ കൺഫേം ചെയ്തിട്ടുള്ളത് 4 മത്സരങ്ങളും ഒരു സെഗ്മെൻറ്റുമാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഒന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്ന മത്സരം അൺഡിസ്പ്യൂട്ടഡ് WWE ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ജഡ്ജ്മെൻറ്റ് ഡേ ടീമിലെ ഡാമിൻ പ്രീസ്റ്റ്, ഫിൻ ബാലർ തുടങ്ങിയ ചാമ്പ്യന്മാരും പീറ്റ് ഡൺ, ടൈലർ ബേറ്റ് തുടങ്ങിയ ടീമിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഈ ഒരു മത്സരത്തിൻ്റെ വിജയ സാധ്യത ഡാമിൻ പ്രീസ്റ്റ്, ഫിൻ ബാലർ തുടങ്ങിയ ജഡ്ജ്മെൻറ്റ് ഡേ ടീമിന് തന്നെയാണ്. രണ്ടാമത്തെ മത്സരം വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ റിയ റിപ്ലി വേഴ്സസ് നയ ജാക്സ് തമ്മിലുള്ള മത്സരമാണ്. മത്സരത്തിൽ നയ ജാക്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റിയ റിപ്ലി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. മത്സരശേഷം വുമൻസിൻ്റെ എലിമിനേഷൻ ചേംബറിൽ വിജയിച്ചു വരുന്ന റെസ്ലറും റിയ റിപ്ലിയും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റും നടക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ മത്സരം വുമൻസിൻ്റെ എലിമിനേഷൻ ചേംബറിലെ മത്സരമാണ്. ഇതിൽ വിജയിക്കുന്ന റെസ്ലറിന് റെസൽമേനിയ 40 റിയ റിപ്ലിയുടെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 5 വുമൻസാണ് ഇതിലേക്ക് ക്വാളിഫൈ നേടിയിട്ടുള്ളത്. ലിവ് മോർഗൻ, ടിഫനി സ്ട്രാറ്റൻ, ബെക്കി ലഞ്ച്, ബിയാങ്ക ബെലേർ, നയോമി. റെസ്ലർ ഇനി നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിലെ ബാറ്റിൽ റോയിൽ നിന്ന് കൺഫേം ചെയ്യും. വിജയസാധ്യത കൂടുതലുള്ളതും എൻ്റെ ഒരു പ്രൊഡിക്ഷനും ബെക്കി ലഞ്ചാണ്. ബെക്കി ലഞ്ച് വേഴ്സസ് റിയ റിപ്ലി തമ്മിലുള്ള ആ ഒരു ഡ്രീം മാച്ച് ആയിരിക്കും റെസൽമേനിയ 40 ഈ ഒരു വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി കാണാൻ സാധിക്കുക. മറ്റൊരു മത്സരം, നാലാമത്തെയും അവസാനത്തേതുമായത് മെൻസിൻ്റെ എലിമിനേഷൻ ചേംബർ മത്സരമാണ്. ഇതിൽ വിജയിക്കുന്ന റെസ്ലറിന് സെത്ത് റോളിൻസിൻ്റെ വേൾഡ് ടൈറ്റിലിന് റെസൽമേനിയ 40 ചലഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. റാൻഡി ഓർട്ടൺ, ഡ്രൂ മാക്കിൻഡയർ, കെവിൻ ഓവൻസ്, നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോൾ, ബോബി ലാഷ്ലി, LA നൈറ്റ് തുടങ്ങിയ 6 റെസ്ലേഴ്സാണ് ഈ ഒരു ചേംബർ മത്സരത്തിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. ഇതിൽ വിജയസാധ്യത 2 റെസ്ലേഴ്സിനുണ്ട്, ഡ്രൂ മാക്കിൻഡയറിനും റാൻഡി ഓർട്ടനും. അപ്പോൾ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഡ്രൂ മാക്കിൻഡയർ വിജയിക്കുമെന്നാണ്. നിങ്ങളുടെ പ്രൊഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, കാരണവും രേഖപ്പെടുത്തുക. എലിമിനേഷൻ ചേംബറിലേക്ക് ഏക സെഗ്മെൻറ്റായി കൺഫേം ചെയ്തിട്ടുള്ളത് ഗ്രേസൺ വോളർ എഫക്റ്റ് എന്ന സെഗ്മെൻറ്റാണ്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു റെസ്ലറാണ് ഗ്രേസൺ വോളർ എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സെഗ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഗസ്റ്റായി കോഡി റോഡ്സും നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും റോക്കിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിന് ഇടയിൽ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൻ്റെ ഒന്നടങ്കമുള്ള ഒരു ഇൻ്റർഫിയറൻസ് പ്രതീക്ഷിക്കാം. അങ്ങനെ വലിയൊരു ബ്രൗൾ നടക്കാൻ സാധ്യതയുണ്ട്. സെത്തും കോഡിയും ചേർന്ന് ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെതിരെ ഒരു ഫൈറ്റ് നടത്താനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അങ്ങനെ ഉള്ള ഒരു സെഗ്മെൻറ്റ് നമുക്ക് എലിമിനേഷൻ ചേംബറിൽ കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എലിമിനേഷൻ ചേംബറിൽ കുറച്ച് മത്സരങ്ങൾ മാത്രമേ കൺഫേം ചെയ്തിട്ടുള്ളൂ. ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിക്കാണ് ട്രിപ്പിൾ എച്ച് നിലവിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.